ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ നിക്ഷേപ ഓപ്ഷനുകളെക്കുറിച്ച് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും സ്ഥിതിവിവര കണക്കുകളും ഞങ്ങൾ നിങ്ങൾക്കും നൽകുന്ന ഞങ്ങളുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം. ഈ വീഡിയോയിൽ നിഫ്റ്റി 50 സൂചികയുടെ പ്രകടനം ട്രാക്ക് ചെയ്യുന്ന ജനപ്രിയ മ്യൂച്വൽ ഫണ്ട് സ്കീമായിട്ടുള്ള UTI നിഫ്റ്റി 50 ഇൻഡെക്സ് ഡയറക്റ്റ് ഗ്രോത്ത് എന്ന് പറയുന്ന ഫണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ UTI നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് വെറും ഒരു ഫണ്ടെന്ന് നമ്മൾ കരുതേണ്ട കാര്യമില്ല. അതായത് നമ്മൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള അതായത് ഇന്ത്യയിലുള്ള രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, ഓഹരികൾ വാങ്ങാനും വിൽക്കാനും പറ്റുന്ന രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണുള്ളത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, അതിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന 50 കമ്പനികളാണ്. 50 കമ്പനികളുടെ ഒരു പട്ടികയാണ് അല്ലെങ്കിൽ നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സ്, അതായത് NSEയുടെ നിഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിഫ്റ്റിയിലുള്ള 50 കമ്പനീസ് ഏതൊക്കെയാണോ ആ 50 കമ്പനിയുടെ ചാർട്ട് എങ്ങനെയാണോ പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച എങ്ങനെയാണോ പോകുന്നത്, അതുപോലെ പോകുന്ന ഒരു ഫണ്ടാണ് UTI നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. അതായത് അത് നമ്മൾ നിഫ്റ്റി 50യിലുള്ള 50 കമ്പനീസിൽ നമ്മൾ ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അതേ നമുക്ക് ഒരു ബെനിഫിറ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തിൽ 13.11% റിട്ടേൺ കൊടുത്തത്. നമുക്ക് നോക്കുകയാണെങ്കിൽ ആവറേജ് റിട്ടേൺ ആണ് വന്നിരുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ 16.65% റിട്ടേൺ കൊടുത്തു. അപ്പോൾ നമുക്കിതിൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറുതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലുകളെ കുറിച്ച് നോക്കണം. ഇതിൻ്റെ ഫണ്ട് സൈസ് വരുന്നത് 19,626 കോടി രൂപയാണ്. ഈ ഫണ്ട് ആരംഭിച്ചത് 11 വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ ഈ ഫണ്ട് 2013 ജനുവരി 1 സ്റ്റാർട്ട് ചെയ്തത്, ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന് ലോക്ക് ഇൻ പീരീഡ് ഒന്നുമില്ല. അപ്പോൾ അതായത് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് ദിവസവും ഏത് സമയത്തും നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നിക്ഷേപിച്ച പണം പിൻവലിക്കാൻ പറ്റും. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് ലോക്ക് ഇൻ പീരീഡ് ഒന്നുമില്ല. ചില മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 3 വർഷമൊക്കെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും. അത്തരത്തിലുള്ള ലോക്ക് ഇൻ പീരീഡ് ഒന്നും ഈ മ്യൂച്വൽ ഫണ്ടിന് ഇല്ല. പിന്നെ വരുന്നത് ഇതിൻ്റെ NAV എന്ന് പറയുന്നത് 170 രൂപയാണ്. 170.38 രൂപയാണ് ഇപ്പോൾ നിലവിലുള്ള, അതായത് ഒരു ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങുന്ന നെറ്റ് അസറ്റ് വാല്യൂ, അതായത് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഒരു 1000 രൂപ ഇടുകയാണെങ്കിൽ നമ്മൾ 170.38 രൂപ വരുന്ന അങ്ങനെയുള്ള ഓരോ യൂണിറ്റുകൾ ചേർന്ന ഓരോ സംഭവങ്ങളാണ്, കുറേ യൂണിറ്റുകളായിരിക്കും നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ഈ 170 എന്ന് പറയുന്നത് 171 175 ആകുമ്പോഴായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണം അതിനനുസരിച്ചിട്ടായിരിക്കും കൂടുതൽ വലിപ്പം, അതായത് കൂടുതൽ വളരുന്നത്, നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ഇതിൻ്റെ അണ്ടർ അസറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് 19,626 കോടി രൂപയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ എക്സ്പെൻസ് ചെലവ് എന്ന് പറയുന്നത് എക്സ്പെൻസ് റേഷ്യോ 0.19% മാത്രമാണ്. ബെഞ്ച് മാർക്ക് നിഫ്റ്റി 50 ആണ്. അതായത് നമുക്ക് ഏതുമായിട്ട് താരതമ്യം ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിഫ്റ്റി, ഞാൻ ആദ്യം പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, നിഫ്റ്റിയുമായിട്ടാണ് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് നിങ്ങൾ ഒരു ഏതെങ്കിലും ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടും എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ലൈൻ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് 7% നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുമ്പോൾ കിട്ടുന്നതെങ്കിൽ ഈ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം എത്ര കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18% റിട്ടേൺ കൊടുത്തത്. അതായത് നമുക്ക് 18% റിട്ടേൺ കഴിഞ്ഞ ഒരു വർഷം കൊടുത്തു. കഴിഞ്ഞ 3 വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാഫ് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് 7% വളരെ സ്റ്റഡി ആയിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ടുകൾ എപ്പോഴും ചാഞ്ചാട്ടത്തിന്, സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും മുകളിലേക്കും താഴേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അങ്ങനെയാണ് അതിൻ്റെ വളർച്ച. അപ്പോൾ കുറേ കാലം താഴെയായിരുന്നു, പിന്നെ മുകളിലേക്ക് വളരെ വലിയൊരു വളർച്ച നമുക്ക് കഴിഞ്ഞ 3 വർഷത്തിൽ കാണാൻ പറ്റും. 5 വർഷത്തെ നോക്കിയിരുന്നാലും നമുക്ക് ടോട്ടൽ നോക്കുമ്പോൾ 18%, 16% 5 വർഷത്തിൽ. എല്ലാ മ്യൂച്വൽ ഫണ്ട്, ഈ ഫണ്ട് ആരംഭിച്ചത് മുതൽ നോക്കിക്കഴിഞ്ഞാൽ 13% ടോട്ടൽ റിട്ടേൺ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നേട്ടം ഉണ്ടാകുമോ എന്ന് പല
പലർക്കും സംശയമാണ്. തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ 3 മാസത്തെ വളർച്ച നോക്കുമ്പോൾ നെഗറ്റീവാണ് കൊടുത്തിട്ടുള്ളത്. -4%. അപ്പോൾ ഈ ഫണ്ട് ഇപ്പോൾ വളരെ താഴെ കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ 6 മാസത്തെ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അതായത് കഴിഞ്ഞ ഒരു 3 മാസം സ്റ്റോക്ക് മാർക്കറ്റിന് ഇടിവുണ്ടായിരുന്നു. വില കുറവായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റിലുള്ള നാഷണൽ നിഫ്റ്റിയൊക്കെ ഏറ്റവും ഹൈ പോയതിന് ശേഷം പിന്നെ വളരെയധികം കുറച്ച് താഴേക്ക് വന്നു. അപ്പോൾ ആ ഒരു നേട്ടം നമുക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നേടാൻ പറ്റും. മിനിമം 1000 രൂപയാണ് നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന, അതായത് വൺ ടൈം ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. 500 രൂപയാണെങ്കിൽ നമുക്ക് SIP ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ടാക്സ് വരുന്നത് നമ്മൾ 1 വർഷത്തിനുള്ളിൽ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് പിൻവലിക്കുകയാണെങ്കിൽ 20% നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ റിട്ടേൺ കിട്ടുന്നതിൽ നിന്നാണ് 20% കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് 12.5% നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഏത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നാലും ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ടാക്സ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. പിന്നെ എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. സാധാരണ ഏത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നാലും നമ്മൾ ആ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 6 മാസത്തിലോ 3 മാസത്തിലോ, അത് പല മ്യൂച്വൽ ഫണ്ടിലും ആ രീതിയിലാണ്. അപ്പോൾ 1 വർഷത്തിനുള്ളിൽ നമ്മൾ പിൻവലിക്കുകയാണെങ്കിൽ, നമ്മൾ നിക്ഷേപിച്ച തുക പിൻവലിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പെനാൽറ്റി ആയിട്ട് ഒരു ചാർജ് കൊടുക്കേണ്ടത് വരും. അപ്പോൾ അതാണ് എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സിറ്റ് ലോഡ് നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിലില്ല. അപ്പോൾ നമ്മൾ ഇന്ന് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നാളെ തന്നെ നമുക്ക്, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം മുതൽ എന്ന് വേണമെങ്കിലും പൈസ പിൻവലിക്കാൻ തിരിച്ച് യാതൊരു വിധമായിട്ടുള്ള ചാർജുകളോ പെനാൽറ്റിയോ കൊടുക്കേണ്ടതായിട്ട് വരില്ല. ഇത് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് പൂർണ്ണമായും സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ള സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് ഏതൊക്കെ മേഖലകളിലുള്ള കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിനാൻഷ്യൽ സർവീസിൽ 34.53%, പിന്നെ അതായത് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ആ ഫണ്ട് മാനേജർ ഈ ഫിനാൻഷ്യൽ സർവീസിൽ 34.53%, ടെക്നോളജിയിൽ 13.77%, എനർജി മേഖലയിലുള്ള കമ്പനികളിൽ 10.94%, പിന്നെ കൺസ്യൂമർ സൈക്കിളിൽ 10.07%, കൺസ്യൂമർ ഡിഫൻസിൽ 8.8%, ബേസിക് മെറ്റീരിയൽസിൽ 5.96%, ഇൻഡസ്ട്രിയൽ മേഖലയിലുള്ള കമ്പനികളിൽ 5.88%, കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസ് മേഖലകളിൽ 4.03%, ഹെൽത്ത് കെയർ മേഖലയിലുള്ള കമ്പനികളിൽ 3.87% ആയിട്ട് വിഭജിച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് ഏതൊക്കെ കമ്പനികളാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് HDFC ബാങ്കിലാണ്, 12.59%. രണ്ടാമതും ICICI ബാങ്കിലാണ്, അതും ബാങ്കിങ് മേഖലയാണ്, 8.46%. അടുത്ത് വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രിയൽ. അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിൽ 8.10%, പിന്നെ ഇൻഫോസിസ് കമ്പനിയിൽ 6.18%, ITC 4.10%, ലാർസൺ ആൻഡ് ടർബോ ലിമിറ്റഡ് കമ്പനിയിൽ 4.05%, പിന്നെ ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ 4%, ഭാരതി എയർടെല്ലിൽ 4%, ആക്സിസ് ബാങ്കിൽ 2.99%, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 2.98%, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പറയുന്ന നമ്മുടെ മോട്ടോറിൻ്റെ കമ്പനിയിൽ 2.44%, കൊട്ടാക് മഹീന്ദ്ര ബാങ്കിൽ 2.39%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ കമ്പനിയിൽ 2.05%, HCL ടെക്നോളജി ലിമിറ്റഡ് കമ്പനിയിൽ 1.80%, അതുപോലെ സൺ ഫാർമാസ്യൂട്ടിക്കൽസ്, ബജാജ് ഫിൻസർവ്, NTPC, ടാറ്റ മോട്ടോഴ്സ്, അപ്പോൾ ഈ പറയുന്ന പവർ ഫിനാൻസ് കോർപ്പറേഷൻ, ഈ കമ്പനികളെല്ലാം തന്നെ നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന 50 കമ്പനികളാണ്. അതായത് നിഫ്റ്റി 50 എന്ന് പറയുന്നതിൽ വരുന്ന ഇൻഡെക്സിലുള്ള 50 കമ്പനിയാണ്. അപ്പോൾ ഈ 50 കമ്പനിയിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ആ പെർസെൻറ്റേജ് മാത്രമാണ് നമുക്കിതിൽ വ്യത്യസ്തമായിട്ടുള്ളത്. അതവർ ഫണ്ട് മാനേജറുടെ ആ ഒരു സ്കില്ല് ഉപയോഗിച്ചിട്ട് ഏതിലാണോ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താൽ നേട്ടമുണ്ടാകുന്നത് അത് നോക്കിയിട്ടാണ് അവരവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കാറ്റഗറി റിസ്ക് നോക്കുമ്പോൾ ആവറേജിന് മുകളിൽ വരുന്ന ഒരു റിസ്ക്കാണ്. അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളെല്ലാം തന്നെ കുറച്ച് റിസ്ക് കൂടിയ ഒരു ഫണ്ടുകളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ ഫണ്ട് മാനേജർ വരുന്നത് ഷാർവൺ കുമാർ ഗോയൽ എന്ന് പറയുന്നതാണ്. അപ്പോൾ 6 വർഷത്തോളം ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മ്യൂച്വൽ ഫണ്ടിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പായിട്ടുള്ള ഫണ്ടുകൾ UTI നിഫ്റ്റി 50യോട് വരുന്ന ICICI പ്രൊഡൻഷ്യൽ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട്,
പിന്നെ SBI നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട്, HDFC നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട്, ഇത് ഏത് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നാലും നമുക്ക് ഇതേ ആനുകൂല്യം തന്നെയാണ് കിട്ടുന്നത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ടോപ്പായിട്ടുള്ള ലാർജ് ക്യാപ്പായിട്ടുള്ള 50 കമ്പനീസുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതേ ഒരു ആനുകൂല്യം നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ, നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു പോർട്ട്ഫോളിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന റിസ്ക് ഒഴിവാക്കി നമുക്ക് ഈ ഒരു ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത 50 കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ മാർക്കറ്റ് ഇടിയുന്ന സമയത്ത്, നിഫ്റ്റി താഴുന്ന സമയത്ത് ഈ ഫണ്ടിൻ്റെയും വില കുറയാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ലോങ് ടൈമിലേക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ആരെങ്കിലും UTI നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് എങ്ങനെയുണ്ട്, ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കൊള്ളാമോ എന്ന് ചോദിക്കുകയാണ്, തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.